മലയാളത്തിൻ്റെ അപൂർവ പ്രതിഭകളിൽ ഒരാളായ ഏതർത്ഥത്തിലും മാസ്റ്റർ ജീനിയസ് എന്ന് വിളിക്കാവുന്ന കുമാരനാശാൻ്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ അതോടൊപ്പം തന്നെ 1924 ജനുവരി 16 അദ്ദേഹത്തിൻ്റെ അപമൃത്യുവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ആലോചന ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണപൂവ് മുതൽ കരുണ വരെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും സൂക്ഷ്മമായി ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളുമാണ്. പ്രത്യക്ഷത്തിൽ ദുരവസ്ഥയിലും ചണ്ടാല ഭിക്ഷുകയിലും സത്യം ശ്വസിച്ചു, സമത്വമാർന്നു, സ്നേഹസത്ത് നുകർന്നു, സദ്ധർമ്മപാതയിലൂടെ ചരിക്കട്ട മാനുഷർ ഈ ധര സ്വർഗമായി തീർന്നിടട്ടെ. ഇന്ത്യക്കാരുടെ സ്വർഗത്തിലേക്കുള്ള പാത അത്യന്തം ദുർഘടം പിടിച്ചതാണ് എന്നും അത് ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെ ജനതയെക്കാളും ക്ലേശകരമാണ് എന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കണക്കുകൂട്ടലുകളെയും അതിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതും ഉൾപ്പെടും അട്ടിമറിക്കുന്ന ഏറ്റവും വലിയൊരു ഭീകര സാന്നിധ്യമായി ഇന്ത്യൻ ജനതയുടെ വഴിമുടക്കി നിൽക്കുന്ന പഴയൊരു രൂപകമാണ് ആ കാലത്തിൻ്റെ പരിമിതികളിൽ നിന്ന് അംബേദ്കർ ഉപയോഗിച്ചത്, രാക്ഷസൻ എന്നാണ്. എന്നാൽ അംബേദ്കർക്ക് മുമ്പ് തന്നെ ജ്യോതി ബഫൂലെ ഭൂസംരക്ഷകർ എന്ന അർത്ഥത്തിലാണ് രാക്ഷസനെ തിരിച്ചറിഞ്ഞത്. തങ്ങൾക്ക് കീഴ്പ്പെടുത്തേണ്ട ജനതയെ അവരുടെ പ്രതിച്ഛായ മലിനമാക്കുക എന്നുള്ള എക്കാലത്തെയും അധിനിവേശത്തിൻ്റെ അജണ്ട കാര്യപരിപാടി നിരുപദ്രവം എന്ന മട്ടിൽ, നിഷ്കളങ്കം എന്ന മട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളിലും പരികൽപ്പനകളിലും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എത്ര തന്നെ കുതറൽ ജാഗ്രത പുലർത്തിയാലും പലപ്പോഴും അതിനിടയിൽ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. ഏകമാർഗം പെട്ടുപോയി എന്ന് മനസ്സിലായാൽ ഉടനെ തിരുത്തി പുറത്തു കടക്കുക എന്ന് മാത്രമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാത തടയുന്ന രാക്ഷസനായി ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ജാതി നിലകൊള്ളുന്നു എന്ന് അംബേദ്കർ പറഞ്ഞത് ഈ ഒരു അവതരണത്തിൻ്റെ ആമുഖമായിട്ട് കുമാരനാശാൻ്റെ സത്യം ശ്വസിച്ചുള്ള, സമത്വത്തിലുള്ള, സ്നേഹസത്ത് നുകർന്നുള്ള, ഭൂമിയെ സ്വർഗമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതും ഈ വിഷയത്തിൻ്റെ ഒരു ആമുഖം എന്ന നിലക്കാണ്. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു എണ്ണത്തിൻ്റെ പ്രശ്നമായിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതിൽ എണ്ണം പ്രധാനമാണ്, ജനസംഖ്യ അർത്ഥത്തിൽ പ്രധാനമാണ്. എന്നാൽ അതുമാത്രമല്ല, അധികാരം, പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പരിഗണിക്കപ്പെടാറുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതിനെ നിർണ്ണയിക്കുന്ന കേന്ദ്ര അധികാര ശക്തിയായി പ്രവർത്തിക്കുന്നത് ജാതി മേൽക്കോയ്മയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അവസാനം സാമൂഹ്യ വിപ്ലവത്തിന് സാധ്യതയുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ എന്നാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ പരിവർത്തനത്തെക്കുറിച്ചല്ല. രാഷ്ട്രീയ പരിവർത്തനം പല രീതിയിൽ സംഭവിച്ചേക്കാം. എന്നാൽ ആ രാഷ്ട്രീയ പരിവർത്തനത്തെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ജാതി ഭൂതകാലത്തിലെ ഒരവശിഷ്ടമല്ല. ആ അവശിഷ്ടത്തിൻ്റെ ഇടക്കിടക്കുള്ള കടന്നുവരവല്ല, മറിച്ച് നാം ജീവിക്കുന്നത് തന്നെ ഒരു ജാതി ആധുനികതയിലാണ്. കൊളോണിയൽ ആധുനികത എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ കൊളോണിയൽ ആധുനികതയോടൊപ്പം നമുക്കറിയാം ആ കൊളോണിയൽ ആധുനികത പോലും ഇന്ത്യയിൽ കടന്നു വന്നിട്ടുള്ളത്, നിലനിൽക്കുന്നത് ജാതിയുടെ അടിത്തറയിലാണ്. അതുകൊണ്ട് ജാതിയെ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്ര അധികാര രൂപം, മാസ്റ്റർ നരേറ്റീവ് എന്ന നിലയിൽ ജാതി മേൽക്കോയ്മയെ കാണേണ്ടതുണ്ട്. ജാതി മേൽക്കോയ്മയാണ് പീഡിത ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി മേൽക്കോയ്മയാണ് കൃത്രിമ ഭൂരിപക്ഷം ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്രിമ ഭൂരിപക്ഷം എന്ന് ഞാൻ പറയാൻ കാരണം, ഹിന്ദുമതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ 80% 20% എന്ന ഒരു വിഭജനം മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിനപ്പുറത്ത് ജാതി മേൽക്കോയ്മയുടെ ഒരു വിഭജന തന്ത്രത്തിൻ്റെ വിളംബരമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ സത്യത്തിൽ കീഴാള സമൂഹങ്ങളാണ് ഭൂരിപക്ഷം. ഇന്ത്യൻ സവർണത സത്യത്തിൽ ന്യൂനപക്ഷമാണ്, എണ്ണമാണ് മാനദണ്ഡമെങ്കിൽ. എന്നാൽ സാധാരണ ഭൂരിപക്ഷ ന്യൂനപക്ഷ നിർണയത്തിൻ്റെ മാനദണ്ഡമായി പരിഗണിക്കുന്ന എണ്ണത്തെപ്പോലും മരവിപ്പിക്കാൻ, അപ്രസക്തമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാംസ്കാരിക മേൽക്കോയ്മ ഇന്ത്യൻ സവർണതയ്ക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സവർണതയുടെ ജീവിത മാതൃകയിലേക്ക് മറ്റെല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തപ്പെട്ട മുഖ്യധാര എന്ന പരികൽപ്പന ഏറെക്കുറെ വിമർശനരഹിതമായി സ്വീകരിക്കപ്പെടുന്നതാണ് പൊതുവിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങളുടെ ഭാഷയെ സംബന്ധിച്ച്, അവരുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, അവരുടെ നിറത്തെ സംബന്ധിച്ച്, അവരുടെ അഭിരുചിയെ സംബന്ധിച്ചൊക്കെ അവരിൽ തന്നെ അപകർഷതാബോധം ഉളവാക്കുമാറുള്ള പ്രചണ്ഡമായ പ്രചാരണ യുദ്ധത്തിൻ്റെ ഒരു ഭീകരതയുടെ നടുവിലാണ് നിസ്സഹായരായി നമ്മൾ നിൽക്കുന്നത്. നിസ്സഹായർ എന്ന് ഞാൻ പറയാൻ കാരണം, സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്നവർ പോലും പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, അലങ്കാര പരികൽപ്പനകൾ, നിരുപദ്രവമെന്ന് കരുതി നടത്തുന്ന സംഭാഷണങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചാൽ അതിൽ പ്രച്ഛന്ന ജാതി മേൽക്കോയ്മ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അതായത് നാം ജാതി കൊണ്ട് നടക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലും ജാതി നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, നാം ജാതി വിടണമെന്ന് തീരുമാനിച്ചാലും ജാതി നമ്മെ വിടാത്ത ഒരവസ്ഥ. പേഴ്സിസ്റ്റൻസ് ഓഫ് കാസ്റ്റ് എന്ന് ആനന്ദ് തെന്തുൽത്തെ തൻ്റെ ഒരു ചെറിയ പുസ്തകത്തിന്, ആ പുസ്തകവും പ്രസക്തമാണ് ഈ അന്വേഷണത്തിൽ. കാരണം ഇന്ത്യയെ നടുക്കിയ, ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയൊരു ഭീകരതയെക്കുറിച്ചാണ് ആ പുസ്തകം ചർച്ച ചെയ്യുന്നത്. കൈർലാഞ്ചി മസാക്കർ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു കൂട്ട ജാതിക്കൊലപാതകത്തെക്കുറിച്ചാണ് ആ പുസ്തകം ചർച്ച ചെയ്യുന്നത്. സുരേഖ് ബോധുമാങ്ക എന്ന പേര് നമുക്ക് അത്രമേൽ പരിചിതമല്ല. എന്നാൽ മലാല യൂസുഫ്സായ് എന്ന പേര് നമുക്ക് വളരെ പരിചിതമാണ്. മലാല യൂസുഫ്സായിക്ക് നോബൽ സമ്മാനം കിട്ടുകയും അവർ വളരെയേറെ വേണ്ട വിധം തന്നെ, അതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം താലിബാൻ എന്ന ഭീകര സംഘടനയുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് വെടിയുണ്ട ഏൽക്കുന്നത്. അവർ പരിഗണിക്കപ്പെടണം, പ്രശസ്തയായത് നമ്മുടെ സാമൂഹ്യ ആവശ്യകത തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പരിഗണന അർഹിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ
അരുന്ധതി റോയ് പറയുന്നുണ്ട്, മലാല യൂസഫ്സായിയെ അറിയുകയും എന്നാൽ സുരേഖ് ബോധുമാങ്കയെ അറിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അനിവാര്യമായും അംബേദ്കർ വായിക്കണം എന്നവർ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് മലാല യൂസഫ്സായി അറിയപ്പെടാനും അതിനു മുമ്പ് അതിനേക്കാൾ വലിയ തോതിൽ അറിയപ്പെടേണ്ടിയിരുന്ന സുരേഖ് ബോധുമാങ്കയെ അറിയപ്പെടാതിരിക്കാനുമുള്ള കാരണങ്ങളിലൊന്ന് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ജാതി മേൽക്കോയ്മയുടെ സവിശേഷമായ പ്രവർത്തനമാണ്. ഒറ്റവാചകത്തിൽ ചുരുക്കി പറഞ്ഞാൽ അത് മതമല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇനിയും അഴിച്ചെടുക്കാനാവാത്ത വിധം, അഴിച്ചെടുക്കുന്തോറും കുരുക്കുകൾ കൂടിക്കൂടി വരുന്ന വിധത്തിൽ അധികാരത്തിൻ്റെ നിരവധി അടരുകളാൽ, അടച്ചുകെട്ടിയ അധികാരത്തിൻ്റെ അടരുകളാൽ അതിൽ പെട്ടുപോകുന്നവർ പുറത്തു കടക്കാൻ വിചാരിച്ചാലും കുതറി പുറത്തു കടന്നാലും അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യവസ്ഥക്കകത്തുള്ളവരെ മാത്രമല്ല, ആ വ്യവസ്ഥക്ക് പുറത്തുള്ളവരെയും വേട്ടയാടി പിടിക്കാനുള്ള അതിൻ്റെ കഴിവ്, അതായത് സൈദ്ധാന്തികമായി ജാതി മേൽക്കോയ്മയെ എതിർക്കുന്ന മതങ്ങൾ, ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങൾ, സൈദ്ധാന്തികമായി ജാതിയോട് ഏറ്റുമുട്ടുന്ന വ്യക്തികൾ, മതരഹിത പ്രസ്ഥാനങ്ങൾ, അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ, ചിലപ്പം ഭാഷയെക്കുറിച്ചുള്ള ഒരു സംവാദത്തിലാവാം, ചിലപ്പം ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ വെച്ചാവാം, ചിലപ്പം മതപരിവർത്തനത്തെ കുറിച്ചുള്ള കാര്യത്തിൽ വെച്ചാവാം, ഇങ്ങനെ നാനാതരത്തിലുള്ള സംവാദങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ഇന്ത്യൻ ജനതയെ പിടിച്ചു നിർത്താനുള്ള ജാതി മേൽക്കോയ്മ വ്യവസ്ഥയുടെ സർവം അധികാര സാന്നിധ്യം എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് ന്യൂനപക്ഷമായിരിക്കെ തന്നെ അതിന് സാംസ്കാരിക മേൽക്കോയ്മയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാംസ്കാരിക മേൽക്കോയ്മയാണ് ഇന്ത്യയിൽ പീഡിത ന്യൂനപക്ഷങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ, മതരഹിതർ, വിവിധ മതത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ വലിയൊരു ന്യൂനപക്ഷം. അവർ ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതലുണ്ടാവാം, എണ്ണത്തിൽ കുറവായിരിക്കാം. എണ്ണമല്ല അവിടെ മാനദണ്ഡം, മറിച്ച് അധിനിവേശത്തിന് കീഴ്പ്പെടാൻ അവർ നിർബന്ധിതമായി തീരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ അധിനിവേശത്തെ ഞാൻ തുടക്കത്തിൽ കുമാരനാശാനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാനുള്ള കാരണം അതാണ്. ഈ അധിനിവേശത്തിനെതിരെയുള്ള നാനാതരത്തിലുള്ള സമരങ്ങളിൽ മതപരിവർത്തനത്തിൻ്റെ പങ്കെന്താണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ മതപരിവർത്തനത്തെക്കുറിച്ച് എന്തിന് സംസാരിക്കണം എന്ന ഒരു ചിന്ത തന്നെ വളരെ പുരോഗമനപരമാണ് എന്ന മട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ജാതി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം പതുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നിർബന്ധിതമാണ്. എന്തിന് മതം മാറണമെന്ന ചോദ്യമാണ് സെക്കുലർ കക്ഷികൾ, പൊതുവെ സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്നവർ ചോദിക്കാറുള്ളത്. അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാണ്. എന്നാൽ എന്തുകൊണ്ട് മതം മാറിക്കൂടാ എന്ന ചോദ്യവും അത്രത്തോളം തന്നെ പ്രസക്തമാണ്. കാരണം സാമൂഹ്യ പരിവർത്തനത്തെ സ്വാഗതം ചെയ്യാമെങ്കിൽ ആ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന സമസ്ത പരിവർത്തനങ്ങളെയും നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. വ്യക്തികളുടെ പൗരാവകാശത്തെ, മനുഷ്യാവകാശത്തെ ആദരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽ പിറക്കുകയും ആ മതത്തിൽ നിന്ന് വേണ്ടത്ര സംതൃപ്തിയും സാന്ത്വനവും ലഭിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റൊരു മതം പരീക്ഷിക്കാവുന്നതും, അവിടെ നിന്നും സാന്ത്വനവും സംതൃപ്തിയും ലഭിക്കുന്നില്ലെങ്കിൽ മതം തന്നെ ഉപേക്ഷിച്ച് മതരഹിത അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യാവുന്നതും, ഒരു മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിലും പെടാത്തവരും ഒരേ വീട്ടിൽ സംവാദാത്മകമായ സൗഹൃദം പുലർത്തിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാവുന്നതും ആണെന്നിരിക്കെ ഈ ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ വാതിലും അടച്ച്, ജനവാതിലും അടച്ച് ഒരു പ്രത്യേകതരം ജീവിയായി രൂപപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതിൽ ചരിത്ര നിരാസമുണ്ട്, അതിൽ വർത്തമാനകാലത്തെ ഫാസിസ്റ്റ് അജണ്ടയുടെ മുമ്പിൽ കീഴ്പ്പെടലുണ്ട്. ചരിത്ര നിരാസമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ പലതരം പരിവർത്തനങ്ങളും
അതിൽ മതപരിവർത്തനവും ഉൾപ്പെട്ടിട്ടുണ്ട്. അംബേദ്കറെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രകടനാത്മകമായി നടന്ന മതപരിവർത്തനത്തിലൊന്നായിരുന്നു ലക്ഷക്കണക്കിന് മഹാറുകളുടെ നേതൃത്വത്തിൽ അംബേദ്കർ നടത്തിയ മതപരിവർത്തനം. അതൊരു വ്യക്തിപരമായ മതപരിവർത്തനം ആയിരുന്നില്ല, അതൊരു മഹാസമരമായിരുന്നു, സാമൂഹ്യ സമരമായിരുന്നു. അത്തരമൊരു സമരം അദ്ദേഹം നടത്തിയപ്പോൾ, അതിനു മുമ്പൊക്കെ അദ്ദേഹം നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ ആ സമരത്തിൻ്റെ മുമ്പിലാണ് ഇന്ത്യൻ സവർണത സ്തംഭിച്ചു പോയത്. പല ഇന്ത്യൻ നേതാക്കന്മാരും അദ്ദേഹത്തോട് വലിയ തരത്തിലുള്ള അപേക്ഷകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, അരുത്. അപ്പോൾ അദ്ദേഹം ഒരല്പം സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്, ഒരു ദളിതനെ ശങ്കരാചാര്യനായി അവരോധിക്കുകയും സവർണർ അവരുടെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈ മതപരിവർത്തനം ഞാൻ ബഹിഷ്കരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ 1927 ഡിസംബർ 25 അദ്ദേഹം മനുസ്മൃതി കത്തിക്കുന്നുണ്ട്. നമ്മൾ മനുസ്മൃതി കത്തിക്കുന്നുണ്ട്, മനുസ്മൃതി ദഹനം എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. ആ ചരിത്ര സന്ദർഭം നമ്മൾ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നാടകീയതയും അതിനുവേണ്ടി അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും, മാത്രമല്ല അതിൽ വലിയൊരു ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു ജാതിയുടെ ഒറ്റപ്പെട്ടൊരു പ്രശ്നം എന്നുള്ളതിന് പകരം അത് മതനിരപേക്ഷ ജാതിവിരുദ്ധ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ആവിഷ്കാരമായിരുന്നു. കാരണം സഹസ്രബുദ്ധ എന്ന ബ്രാഹ്മണ പണ്ഡിതനാണ് സത്യത്തിൽ മനുസ്മൃതി കത്തിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ അംബേദ്കറെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ പലരുടെയും പിന്തുണ, മഹാറുകളുടെ മാത്രം സ്വകാര്യ പ്രശ്നമല്ല അത്, ആത്മബോധമുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണത് എന്നൊരു തിരിച്ചറിവ് അതിലുണ്ടായിരുന്നു. ഈ കാര്യമാണ് ഞാൻ ദുരവസ്ഥയിലെ ഒരു പ്രത്യേക സന്ദർഭം വെച്ചുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ട് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. കാരണം ദുരവസ്ഥ എന്ന് പറയുന്നത് കുമാരനാശാനാണല്ലോ, ആ കാലത്താണല്ലോ. നമ്മൾ ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1920കളൊക്കെ ഇതിൻ്റെ പശ്ചാത്തലമായിരുന്നു. 36ലാണ് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നൊരു പുസ്തകം എഴുതപ്പെടുന്നത്. അതിനു മുമ്പ് 36ൽ തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പോലും നിമിത്തമായ ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അതേ കാലത്താണ് 1934 ഈ മാധവൻ അദ്ദേഹം ഈ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് ഈഴവർ മതം മാറുകയോ ഹിന്ദുമതത്തിൽ തുടരുകയോ അല്ല വേണ്ടത്, സ്വതന്ത്ര സമുദായമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം, ക്ഷോഭമുണ്ടാക്കിയ പുസ്തകം സ്വതന്ത്ര സമുദായം, 34ൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ നിരോധിക്കപ്പെട്ട പുസ്തകം. ഈ പുസ്തകങ്ങളൊക്കെ സംവാദം നടത്തിയത് ഈ ഒരു കേന്ദ്ര പ്രശ്നത്തെക്കുറിച്ചായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. പ്രായോഗിക തലത്തിൽ ആളുകൾ മാറുന്നതും മാറാത്തതുമൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷെ ആ വ്യക്തിതലത്തിൽ നിന്നുകൊണ്ടല്ല, ഇതെങ്ങനെയാണ് ഒരു പരിവർത്തന ഘട്ടത്തിൽ പൊള്ളലുണ്ടാക്കുന്ന ഒരു വിഷയമായി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം വർത്തമാനകാലത്ത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മതപരിവർത്തന വിരുദ്ധ നിയമം എന്ന നിയമം കൊണ്ടുവരികയും മതപരിവർത്തനത്തെ മതപരിവർത്തനവുമായി ബന്ധമില്ലാത്ത പലതിലേക്കും വലിച്ചു നീട്ടി 1917 കേരളത്തിൽ രൂപം കൊണ്ട മിശ്രവിവാഹം ഉൾപ്പെടെ അതിനെയൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ലവ് ജിഹാദ് പരികൽപ്പന വളർത്തിക്കൊണ്ടുവരികയും ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്ന് തോന്നാം, എന്നാൽ ബന്ധമുണ്ട്, ഗോവധ നിരോധനം ഉൾപ്പെടെ. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഫാസിസം അതിൻ്റെ സായുധ സന്നദ്ധ സംഘടനയായ RSS 1925 രൂപപ്പെട്ടതാണ് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് പൊതുവെ നമ്മുടെ ഔപചാരിക അന്വേഷണങ്ങൾ ആരംഭിക്കാറുള്ളത്. പക്ഷേ നമുക്കറിയാം അത് 1925 ഔപചാരികമായി രൂപം കൊണ്ടു എന്നുള്ളത് പരമാർത്ഥമായിരിക്കെ അതിൻ്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് ഈ അവതരണത്തിൻ്റെ തുടക്കത്തിൽ കൃത്യമായും ചൂണ്ടിക്കാണിച്ച ജാതി മേൽക്കോയ്മയിൽ തന്നെയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജാതി മേൽക്കോയ്മ സ്വയം ഭരണകൂടമായി ചാതുർവർണ്ണത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു ശിക്ഷാക്രമമില്ലാതെ അതിന് നിലനിൽപ്പില്ല. അത് ശ്രീരാമൻ്റെയും ശംഭൂകൻ്റെയും സ്വകാര്യ പ്രശ്നമല്ല, മറിച്ച് അതിൻ്റെ പൊതു തത്വമാണ്. അതുകൊണ്ട് അതൊരു ഭരണകൂടമായിട്ടാണ് മർദ്ദന സംവിധാനത്തോടു കൂടിയ സ്വയം മർദ്ദനമായിരിക്കെ തന്നെ സവിശേഷ ഘട്ടത്തിൽ പ്രത്യേകം മർദ്ദന സ്ഥാപനമാകാൻ കഴിയുന്ന വിധത്തിൽ ആണ് അത് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ആ കാലം മുതൽ അത് നടത്തുന്ന ഭീകരത എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് നടത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനെതിരെ വന്നിട്ടുള്ള പലതരം പ്രതികരണങ്ങളെ അത് പല രീതിയിൽ ചെതറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് ബുദ്ധമതം എടുത്താൽ, ബുദ്ധനാണ് കീഴാള തത്വചിന്തകനായ മഹാത്മാ ബുദ്ധനാണ് സത്യത്തിൽ ഇതിനെ ചോദ്യം ചെയ്ത ഇന്ത്യൻ ചിന്തകരിൽ വളരെ പ്രമുഖൻ. പിന്നീട് പലരും വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചിതറിപ്പോയി. ബുദ്ധമതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും മതരഹിത കാഴ്ചപ്പാട് പുലർത്തുന്നവരിലും എല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിപ്പറ്റാൻ. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ആദ്യം ചെയ്ത ജാതി മേൽക്കോയ്മ സ്വയം അതിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച ദീർഘമായ ഒരു പശ്ചാത്തലം. അത് കഴിഞ്ഞാണ് ഒരു ഘടനാപരമായ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാവുന്ന 1882 ഗോരക്ഷാണി സഭ രൂപം കൊള്ളുന്നത്. അത് അതിനു മുമ്പുള്ള പശുവല്ല, അതൊരു രാഷ്ട്രീയ പശുവാണ്. അതാണ് ഇന്ന് ജാതി മേൽക്കോയ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അടയാളമായിട്ട് പ്രവർത്തിക്കുന്നത്. കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ, അംബേദ്കർക്കും ചണ്ടാല ഭിക്ഷുക എഴുതാൻ കുമാരനാശാനും എല്ലാം പ്രചോദനമായ ലക്ഷ്മി നരസു എന്ന ജാതിവിരുദ്ധ ചിന്തകൻ, അദ്ദേഹം കൃത്യം സൂചിപ്പിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ജാതി മേൽക്കോയ്മയാണ്. ജാതി മേൽക്കോയ്മയുടെ നേതൃത്വത്തിലാണ് പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധം പ്രച്ഛന്നമായ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജാതി മേൽക്കോയ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രീകരണ ശക്തിയുള്ള സാന്നിധ്യമാണ് പശു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ദളിതർ ഉൾപ്പെടെ 1911 സെൻസസിലാണെന്ന് തോന്നുന്നു ആൽബർട്ട് ഗേറ്റ് ദളിതരെ ബ്രാഹ്മണിക് ഹിന്ദുവിസത്തിൽ നിന്ന് വേർതിരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ തരംതിരിക്കലിൽ പശുവിനെ ആരാധിക്കാത്തവർ, അതിനെ ഭക്ഷിക്കുന്നവർ, അതുപോലെ തന്നെ മൃതദേഹം കത്തിക്കാതെ കുഴിച്ചിടുന്നവർ എന്നിപ്രകാരം അവരെ പ്രത്യേകം വേർതിരിച്ചടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നാം പിന്നീട് കാണുന്നത് അവരെ മുഴുവൻ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഹെജിമോണിക് അപ്രോപ്രിയേഷൻ, അതൊരു അപ്രോപ്രിയേഷൻ ആണെന്ന് പോലും തിരിച്ചറിയാത്ത വിധം, അതായത് ജനകീയ ഹിന്ദുമതം ഭക്തി പ്രസ്ഥാനത്തിലൂടെയും നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ ജനകീയമായി തീർന്ന ഹിന്ദുമതത്തെ ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രം പിടിച്ചെടുക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ലക്ഷ്മി നരസു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലൊന്ന് പശുവാണ്. അത് 1882 അതിനു മുമ്പുള്ളതല്ല, 1882 രൂപപ്പെട്ടതാണ്. അതോടൊപ്പം ഇന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. 1884 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിനും ഒരു കൊല്ലം മുമ്പ് രാമസഭ രൂപപ്പെടുന്നുണ്ട്. അത് കോടിക്കോടി മനുഷ്യരുടെ മനസ്സിലെ ശ്രീരാമദേവനല്ല, രാമരാമ പാഹിമാം പരമാനന്ദം എന്നതേ പറയാവൂ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തുളസീദാസർ മുതൽ കമ്പർ മുതൽ ഒക്കെ എത്രയെത്രയോ പേർ അവരൊക്കെ പറഞ്ഞിരുന്ന ആ രാമഭക്തിയല്ല, മറിച്ചൊരു രാഷ്ട്രീയ രാമൻ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഒരന്തരീക്ഷം 1884 ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിത്തീരുന്നുണ്ട്. പിന്നീടാണ് 1887 ഭാരത് ധർമ്മമണ്ഡൽ എന്ന സംഘടന. ഈ 3 സംഘടന, ആ സംഘടനയിൽ നിന്നാണ് പിന്നീട് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് 1915 ശേഷം ഹിന്ദു മഹാസഭ രൂപം കൊള്ളുന്നത്. ഈ സംഘടനകൾ അപര്യാപ്തമായി തീർന്ന പശ്ചാത്തലത്തിലാണ്. അതിന് ചരിത്രപരമായ കാരണമുണ്ട്. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധ സമരം തന്നെയാണ്. 2, 1917 ഒക്ടോബർ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യർ ജാതി മതം എന്ന വിഭജനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവിധ മതത്തിലും ജാതിയിലും പെട്ടവർ, ജാതി മതങ്ങൾക്ക് അതീതമായി കർഷകർ, തൊഴിലാളികൾ
എന്ന വർഗയാഥാർത്ഥ്യത്തിലേക്ക് വിമോചിതമാകുന്ന തരത്തിലുള്ള വളർച്ച, അതിൻ്റെ കൂടി ഭാഗമായിട്ട് 1920 അഖിലേന്ത്യാ തൊഴിലാളി സംഘടനകൾ AITUC ഇങ്ങനെ ഇതേ കാലത്ത് തന്നെ സമുദായ മൈത്രിയെ ശക്തിപ്പെടുത്തുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഗോള രാഷ്ട്രീയവുമായി കണ്ണുചേർക്കുന്ന തിലകൻ യുഗത്തിൻ്റെ അന്ത്യത്തോടെ 1915 മുതൽ 1948 വരെയുള്ള കാലയളവിലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം അതുകൂടി ഇതിൽ ചേർത്ത് പറയണം. കാരണം ഗാന്ധിയോട് ലൂയി ഫിഷർ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഗാന്ധി പറഞ്ഞു 3 കാര്യങ്ങൾ. 1 അയിത്ത നിർമ്മാർജ്ജനം, 2 സമുദായ മൈത്രി, 3 സ്വാശ്രയത്വം. 2024 ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന സംവാദത്തിൽ ന്യൂക്ലിയസ് ആകേണ്ട ആശയങ്ങളാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ അത് കോർപ്പറേറ്റ് വൽക്കരണത്തിനും മൂലധന മേൽക്കോയ്മക്കും എതിരായ ഒരാശയമാണെങ്കിൽ നമുക്കറിയാം ലോകത്തിൽ മൂലധന ശക്തികൾ ന്യൂനപക്ഷമാണ്. അവരുടെ പീഡനത്തിന് ഇരയാവുന്നവരാണ് ഭൂരിപക്ഷം, അത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ മേൽക്കോയ്മയുടെ കാര്യത്തിൽ, നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ മൂലധന ശക്തികൾക്കാണ്. അതുകൊണ്ട് അവർ എണ്ണത്തിൽ, സാധാരണ തൊഴിലാളി സമരങ്ങളിലൊക്കെ ഉയരുന്നൊരു മുദ്രാവാക്യം വി ആർ മെനി യു ആർ ഫ്യൂ. ഇത് പലതവണ നാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിരലിലെണ്ണാവുന്നവരാണ് ചൂഷകർ, കുത്തക, പക്ഷേ ഞങ്ങളാണ് വളരെ കൂടുതൽ. അത് സത്യമാണ്, എണ്ണത്തിൽ ഭൂരിപക്ഷമാണ്. പക്ഷേ പദവിയിൽ, അധികാരത്തിൽ, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ആവിഷ്കാരങ്ങളിൽ മേൽക്കൈയില്ല. അതുകൊണ്ട് മൂലധനം. രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഗാന്ധി പറഞ്ഞ അയിത്ത നിർമ്മാർജ്ജനം. ഒരു കാര്യം ബ്രാക്കറ്റിൽ ചേർക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിലുടനീളം അധസ്ഥിത സമൂഹം അനുഭവിക്കുന്ന അവശതകൾക്കെതിരെ ഇടപെട്ടിട്ടുണ്ട്. അത് ഉയർത്തിപ്പിടിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് സൈദ്ധാന്തികമായി പൂർണ്ണമായ അർത്ഥത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥയോട് വിട ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജാതി പോണം എന്ന് പോലും അദ്ദേഹം അമർത്തി പറയുന്നത് 1925 കേരളത്തിലെ ശ്രീനാരായണ ഗുരുവുമായുള്ള സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ അതിൻ്റെ കൂടി തുടർച്ചയാണ് 30കളിൽ അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള വമ്പിച്ച ശ്രമങ്ങൾ. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത നിലപാട്, വിമർശന നിലപാടുകളിൽ അയവ് വരുന്നതും 30കൾക്ക് ശേഷമാണ്. ആ സമയത്താണ് ഗാന്ധിക്ക് നേരെയുള്ള ആദ്യത്തെ വെടി പൊട്ടിയത് 1934. അത് യാദൃച്ഛികമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അയിത്ത നിർമ്മാർജ്ജനം എന്ന ആശയം തിലകൻ യുഗത്തിൽ നിന്നുള്ള വേർപിരിയലാണ്. കാരണം തിലകൻ മുന്നോട്ട് വെച്ച ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രം അയിത്തത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയല്ല, ആഭിജാത്യത്തെ ആഘോഷിക്കുകയാണ് ചെയ്തത്. ജാതി മേൽക്കോയ്മയുടെ ആഭിജാത്യ കാഴ്ചപ്പാടുകളെയും അവരുടെ ആഭിജാത്യത്തെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളെയും എല്ലാം ഉയർത്തിപ്പിടിക്കുകയാണ് ബാലഗംഗാധര തിലകൻ ചെയ്തത്. അവിടെ നിന്ന് വ്യത്യസ്തമായി അയിത്ത സമൂഹങ്ങളോട്, അവരുടെ ജീവിത പ്രശ്നങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് രണ്ടാമത്തേത് സാമുദായിക മൈത്രിയെ അസാധ്യമാക്കുന്ന തരത്തിലാണ് തിലകൻ കാലത്തെ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയതെങ്കിൽ ഒരു കണ്ണ് ഹിന്ദുവാണെങ്കിൽ മറ്റേ കണ്ണ് മുസ്ലിമാണ് എന്ന് പറയുക വഴി ഒരു പക്ഷേ അതിലുപരി 1927 ഗാന്ധിയുടെ പ്രസിദ്ധമായ, സത്യത്തിൽ അത് സവർക്കർക്കുള്ള
അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് പ്രത്യയശാസ്ത്രത്തിനുള്ള ഗാന്ധിയുടെ ഒരു മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാണ്ഡവരുടെ ക്ഷമാശീലത്തിൽ യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ക്ഷമയുടെയും ധർമ്മത്തിൻ്റെയും മതമാണ് ഹിന്ദുമതമെന്ന് കരുതുന്ന, മുസ്ലിങ്ങളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭ്രാന്തൻ ഗാന്ധി നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് അത്ര സങ്കടകരമായ കാര്യമാണോ എന്ന് 1927 അതൊരു പൊതുപ്രസ്താവനയായി പരിഗണിക്കാം. പക്ഷെ അത് വെറും പൊതുപ്രസ്താവനയല്ല. അത് സവർക്കർ മുന്നോട്ട് വച്ച ഒരു പക്ഷേ ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രത്തിൻ്റെ തിലകന് ശേഷം മഹാത്മാഗാന്ധിയുടെ ഇടപെടലിലൂടെ പിറകോട്ട് പോവേണ്ടി വന്ന, രാഷ്ട്രീയ രംഗത്തുനിന്ന് പിറകോട്ട് പോവേണ്ടി വന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മുന്നോട്ട് വരുന്നത് സവർക്കറുടെ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള നിലപാടോടുകൂടിയാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധി മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത്, സവർക്കറുടെയും ഗൂർഖയുടെയും മതം ഹിന്ദുമതം വാളിൻ്റെ ഹിന്ദുമതമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, ഒരടി ഉണ്ടാക്കാൻ വേണ്ടി രാമനെ അവതരിപ്പിക്കുന്ന ഒരു പതിവ്, അതേ
മുൾമുനയിൽ നിർത്തി. അതുതന്നെയാണ് 949 ഡിസംബർ 22 കണ്ടത്. ഞാനിതെല്ലാം കൂടി ചേർത്ത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ കൃത്യമായി നമ്മൾ നിൽക്കുന്നത് 992 ഡിസംബർ 6 ഇടിച്ചു പൊളിച്ച ഒരു പള്ളിക്ക് മുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പുരോഹിത വേഷത്തിൽ വന്ന് 2020 ആഗസ്റ്റ് 5 ശിലാസ്ഥാപന കർമ്മം നടത്തുകയും അന്നത്തെ പ്രസ്താവന വളരെ കൃത്യമാണ്. രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം എന്നല്ല, രാമരാജ്യത്തിൻ്റെ ശിലാസ്ഥാപനം എന്ന് കൃത്യം പറയുകയും 2024 ജനുവരി 22 അതിൻ്റെ ഏറെക്കുറെ പൂർത്തീകരിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് 1948 ജനുവരി 30 1949 ഡിസംബർ 22 1966 നവംബർ 6 ചേർത്ത് വെച്ച് വായിക്കുന്നത്. 48 ജനുവരി 30 മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ കൊലപ്പെടുത്തുകയുണ്ടായി. അതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ പലരും ചർച്ച ചെയ്യാൻ ഇനിയും തയ്യാറായിട്ടില്ല. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ പാടെ 1947 ഡിസംബർ 8 ഡൽഹിയിലെ റോത്തക് റോഡിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ഒരു സ്വകാര്യ മീറ്റിംഗ് ചേരുകയും ആ മീറ്റിങ്ങിൽ മഹാത്മാഗാന്ധിയെ കൊല്ലണമെന്ന് ഗോൾവൽക്കർ ആഹ്വാനം ചെയ്യുകയും 2016 പത്രത്തിൽ ഈ വാർത്ത വന്നു. 48 ഗോഡ്സെ കൊല്ലുന്നത്. നമ്മുടെ സംവാദം മുഴുവൻ ഗോഡ്സെയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഗോഡ്സെ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കേണ്ടതല്ല. ഇത് കർത്താർ സിംഗ് എന്ന് പറയുന്ന CID സബ് ഇൻസ്പെക്ടർ രേഖപ്പെടുത്തുകയും അത് ഇന്ത്യൻ ആർക്കൈവ്സിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 വാർത്ത വന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. 1997 വരെ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെക്കാൻ ഉപയോഗിച്ച 9mm ബരേറ്റ എന്ന ഇറ്റാലിയൻ നിർമ്മിത തോക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതവിടെ ഇല്ല. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട പല ഡോക്യുമെൻസും ഫയലുകളും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ 2016 ഗോൾവൽക്കർ, ഞാൻ സൂചിപ്പിക്കുന്നത് ഗാന്ധി വധത്തെ തുടർന്ന് പരിഭ്രാന്തരായ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വസ്തുതകളുടെയും വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ തൊട്ടുകൊണ്ട് ഒരു ബഹുജന പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നോട്ട് പോവുക പ്രയാസമായ ഒരു അധികാര ആധിപത്യ പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അവർ കണ്ട കുറുക്കുവഴിയാണ് സത്യത്തിൽ അഖണ്ഡ രാമനാമ ജപവും അതിൻ്റെ മുമ്പൊക്കെ നടന്ന ഭക്തിയിൽ അധിഷ്ഠിതമായ രാമനാമ ജപത്തിൻ്റെ തുടർച്ചയേ അല്ലാതെ ഗാന്ധി വധത്തിൽ പരിഭ്രാന്തരായ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അത് മറികടക്കാനുള്ള ഒരു വൈകാരിക അന്തരീക്ഷം രൂപപ്പെടുത്താൻ വേണ്ടി 1949 ഡിസംബർ 22 ഈ ആരാധനാലയത്തിൻ്റെ അകത്തേക്ക്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സ്വാതന്ത്ര്യ സമര പോരാളികൾ. 1960 മുമ്പൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഗുണ്ടകൾ എന്നാണ്, ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണല്ലോ പറയേണ്ടത്. അതുകൊണ്ട് ആ 50-60 സ്വാതന്ത്ര്യ പോരാളികൾ ഈ കുട്ടിരാമൻ്റെ, രാം ലല്ലയുടെ, ബാലരാമൻ്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും, അപ്പോൾ ഗാഫർ മൗലവി എന്ന് പറഞ്ഞ ഒരു കക്ഷി അവിടെ ഉണ്ട്. അയാളാകെ അന്തം വിട്ടു, എന്താണെന്ന് മനസ്സിലായില്ല. അയാൾ വിചാരിച്ച് അല്ലെങ്കിൽ തന്നെ നിസ്കരിക്കാനൊക്കെ ആളൊക്കെ കുറവാണ്. അപ്പോൾ 19 അടിച്ചു വന്നപ്പോൾ അയാൾ ആഹ്ലാദിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ വന്ന അതിനല്ല, അവർ വന്നത് വേറൊരു ഏർപ്പാടിനാണ്. അവർ സ്വാതന്ത്ര്യ സമരം നടത്തിപ്പോയി. ആ സമയത്താണ് ഈ വിഗ്രഹം വലിച്ചെറിയാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ നെഹ്റു പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ മലയാളി കൂടിയായ ആലപ്പുഴ ജില്ലക്കാരൻ കുട്ടനാട് കൈനകരിയിലെ കെ കരുണാകരൻ നായർ എന്ന ഫൈസാബാദിലെ ജഡ്ജ്, ജില്ലാ കലക്ടർ അത് അവിടെ സ്ഥാപിക്കാൻ പറയുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഗാന്ധി വധം ഉണ്ടാക്കിയ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലൊരു വൈകാരികത ഉണ്ട്. കാരണം കോടിക്കണക്കിന് ആളുകൾ രാമഭക്തരാണ്, അതിനവർക്ക് അവകാശമുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും ക്ഷേത്രം നിർമ്മിക്കാവുന്നതാണ്. ആ ക്ഷേത്ര നിർമ്മാണത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും മതമില്ലാത്തവർക്കും പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇവിടെ നടന്ന ക്ഷേത്രപ്രവേശന സമരത്തിനൊക്കെ നേതൃത്വം നൽകിയത് അതിൽ ഭൂരിപക്ഷവും
ക്ഷേത്രത്തിലേ പോകാത്ത ആൾക്കാരാണ്. കൃഷ്ണപിള്ളയും AKGയും വേലുക്കുട്ടി ആര്യനും ഒക്കെ അവർ തുറന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഈ രാജ്യത്തിലെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് വേണ്ടി ബാക്കി വരുന്ന മുഴുവൻ മനുഷ്യരും സമരം ചെയ്യണം. അതുകൊണ്ട് ഇപ്പം സത്യത്തിൽ ഇതൊരു ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് വരെ മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഒരു പള്ളിയാണ്. പൊളിക്കപ്പെട്ടതോടുകൂടി പള്ളിയിൽ പോകുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും മതനിരപേക്ഷതയുടെ ഒരു സ്മാരകവുമാണ്. നമ്മുടെ നാട്ടിൽ വിചിത്രമായ പല വാദങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് 49 രൂപപ്പെടുത്തിയ ഈ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഭൂരിപക്ഷം ന്യൂനപക്ഷം. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു ജില്ലാ കലക്ടറുടെ കാഴ്ചപ്പാട് സ്ഥാപിക്കപ്പെടുകയാണ്. അത് പിന്നീട് നമ്മുടെ ചരിത്രം തിരുത്തുകയാണ്. അതും ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായില്ല. അത് 48 ഫെബ്രുവരി 16 ഞാൻ വിചാരിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പട്ടേലിനെതിരെ കത്തുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, RSSനെതിരെ നമ്മളെടുക്കുന്ന എല്ലാ രഹസ്യ തീരുമാനങ്ങളും അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അവർ നമ്മുടെ അധികാര വ്യവസ്ഥക്കകത്ത് നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന് നെഹ്റു ഉത്കണ്ഠപ്പെടുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്, അതിന് ഒരുപാട് തെളിവുകളുണ്ട്. 5.5 മണിക്കൂർ മഹാത്മാഗാന്ധിയെ കൊന്നത് ന്യായീകരിച്ചുകൊണ്ട് ഗോഡ്സെ സംസാരിച്ച് ക്ഷീണിച്ച് തടവറയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കി കൊടുത്തത് ജയിലിൻ്റെ സൂപ്രണ്ടാണ് എന്ന് ഗോഡ്സെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ വളരെ നിഷ്കളങ്കമായി എണ്ണത്തിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്നത് പോലെ ഒരു വിഭജനം നടത്താൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി മേൽക്കോയ്മ, സത്യത്തിൽ അത് ന്യൂനപക്ഷമാണ്, പക്ഷേ അത് മേൽക്കോയ്മയായി മാറിയിരിക്കുന്നു. ഭാഷയിലും അങ്ങനെയാണ്. ഭാഷയിലും ചാതുർവർണ്ണയമാണ്. സംസ്കൃതം, ഹിന്ദി, ഷെഡ്യൂൾഡ് ഭാഷകൾ, നോൺ ഷെഡ്യൂൾഡ് ഭാഷകൾ. ഇതിൽ സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷയാകണം, അതിന് അർഹതയുണ്ട് എന്നാണ് വിചാരധാരയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷയുടെ പദവി ഏറ്റെടുക്കുന്നത് വരെ തൽക്കാലം ഹിന്ദി എന്നാണ്. അതും ഏത് ഹിന്ദി? സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദി. PN ഗോപികൃഷ്ണൻ്റെ ഒരു കവിതയിലാണ്, കവിതയുടെ പേരൊന്നും ഗസൽ ചിതലെടുക്കുമ്പോൾ എന്നോ മറ്റോ ആണ്. അതിലുണ്ട് മീർസ ഗാലിബിനെ കുറിച്ചാണ്. ഗാലിബിൻ്റെ ശവകുടീരത്തിൽ ചവിട്ടുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഹാർമോണിയം ശബ്ദിക്കുന്നു, നിൽക്കുന്നിടത്ത് നിശബ്ദതയുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മുഗൾ ഭരണകാലം ഇന്ത്യക്ക് നൽകിയ 3 മഹത്തായ സംഭാവനകളിൽ ഒന്ന് മീർസ ഗാലിബാണ്, 2 ഉറുദു ഭാഷയാണ്, 3-മത്തെ താജ്മഹലാണ്. ആ ഉറുദു ഭാഷയുമായി സഹവർത്തിത്വത്തിലൂടെ ഗസലുകളൊക്കെ അങ്ങനെയാണല്ലോ, സംഭാഷണ ഭാഷ അങ്ങനെയാണ്. നിരവധി ഗാനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്, പ്രേംചന്ദിൻ്റെയൊക്കെ രചനകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ദീനാനാഥ് ബത്രയൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത് പാഠപുസ്തകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് 24 വാക്കുകൾ പെട്ടെന്ന് കുത്തണം, ബാക്കി പതുക്കെ ചെയ്താൽ മതിയാവും. അതിലൊരു വാക്ക് ദോസ്ത് എന്ന വാക്കാണ്. മലയാളിക്കും തമിഴിനും എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്കാണ് ദോസ്ത് എന്ന വാക്ക്. ആ വാക്ക് കലർപ്പുള്ളതാണ്, അതായത് ഉറുദു കലർപ്പുള്ളതാണ്, അതിനെ വെച്ചേക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം നോക്കിയാൽ കലർപ്പാണ്. കലർപ്പിൻ്റെ കരുത്തും കാന്തിയുമാണ് ഒരു വ്യക്തിയുടെ, ഒരു ജനതയുടെ ജീവിതം. എന്നാൽ ഫാസിസ്റ്റുകളുടെ കൃത്രിമ ശുദ്ധിവാദം അത് ഭാഷയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ബ്രൗണിങ്ങിനെയൊക്കെ ഓർക്കും, 2 വാക്കുകൾ കൂടിച്ചേരുമ്പോൾ 3-മതൊരു വാക്കല്ല, ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചവിട്ടുകയാണെന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയും. എന്നാൽ ഇന്ത്യയിൽ ഹിന്ദിയും ഉറുദുവും കണ്ടുമുട്ടുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചവിട്ടല്ല, ഇവിടെ മനുഷ്യൻ്റെ ശിരസ് അറ്റ് വീഴാണ്. ഭാഷയുടെ പേരിൽ മാത്രം കലാപം. ഞാൻ സൂചിപ്പിക്കുന്നത് ഭാഷയിലും ജാതി മേൽക്കോയ്മയാണ്. അവിടെ എത്ര ആൾ സംസാരിക്കുന്നു എന്ന് എണ്ണം നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഹിന്ദി സംസാരിക്കുന്ന എല്ലാ ആളുകളും ഉറുദു സംസാരിക്കുന്ന ആളുകൾ കൂടിയാണ്. ലിപിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
ബാക്കിയൊന്നും വലിയ വ്യത്യാസമില്ല. ദോസ്ത് എന്നുള്ള വാക്ക് കുത്തിക്കളയണം എന്ന് പറയുമ്പോൾ അവിടെ കൃത്രിമമായ ഈ ശുദ്ധിവാദമാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും എണ്ണത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, എണ്ണവും പ്രസക്തമാണ്, അവിടെയാണ് ഈ മതപരിവർത്തനം വരുന്നത്. ഞാൻ തിരിച്ചു പോവാണ്. അതായത് കുമാരനാശാനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, ആ കാലത്ത് നവോത്ഥാനം ഇത് ഗൗരവമായി ചർച്ച ചെയ്തു. ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം മതപരിവർത്തനത്തെ അനുകൂലിച്ചു, വേറൊരു വിഭാഗം മതപരിവർത്തനത്തെ എതിർത്തു. എതിർത്തതിൽ പ്രമുഖനായിട്ടാണ് കുമാരനാശാനെ നാം പെടുത്തിയിട്ടുള്ളത്. അത് 100% കൃത്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മതപരിവർത്തന രസവാദം അതാ സി വി കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് എഴുതിയതാണല്ലോ ബുദ്ധമതത്തിലേക്ക് എന്നുള്ളത് തന്നെയാണ്. അതിൽ അടിവര ഇടേണ്ടതുണ്ട്. കാരണം ബുദ്ധമതത്തിലേക്ക് വളരെ വ്യാപകമായിട്ട് മതപരിവർത്തനം ചെറുതും വലുതുമായി നടന്നൊരു കാലം കൂടിയാണ്. മിതവാദി ശ്രീകൃഷ്ണൻ, സി വി കുഞ്ഞിരാമൻ, ഇങ്ങനെ പല ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, സഹോദരൻ അയ്യപ്പൻ, അതിനെ എതിർത്തുകൊണ്ട് മൂർക്കോത്ത് കുമാരൻ, അതിൽ കുമാരനാശാൻ. ഈ പ്രബന്ധത്തിൽ കുമാരനാശാൻ വ്യക്തിഗതമായ മതപരിവർത്തനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്: ക്ഷേത്രം പണിയാൻ കല്ല് ചുമന്ന ചുമലിൽ അതിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് വിഹാരം പണിയാൻ കല്ല് ചുമക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അത് ന്യായമായ ചോദ്യമാണ്. അതിലേറ്റവും ന്യായം എന്താന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രം പണിയാൻ കല്ല് ചുമക്കാൻ നിർബന്ധമായത് എന്തുകൊണ്ടാണ്? ഇവിടെ ക്ഷേത്രം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ അധസ്ഥിതർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി പറയുന്ന 80-20 ആ കണക്കവിടെ ശരിയാവില്ല. ഈ പറയുന്ന 80% ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും അവിടേക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു സമയത്താണ് 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ഇതേ കാലത്താണ് മഹാത്മാഗാന്ധി ഇംഗ്ലീഷിൽ ഭഗവത്ഗീത വായിക്കുകയും. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ഏകദേശം 1888 നടന്നത്. അപ്പം അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രവർത്തനം സത്യത്തിൽ അത് പിന്നീട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാക്കി? അത് ക്ഷേത്രം മാത്രമായിട്ടാണോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനാണോ? കൃത്യമാണ്. പിന്നീട് വിശദീകരണമുണ്ട്. അവിടെ പൂന്തോപ്പ് വേണം, അത് വിസ്താരം ഉണ്ടാവണം, ജനവാതിൽ വേണം, എല്ലാവർക്കും വരാനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും എന്ന ഒരാശയത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു സത്യത്തിൽ അത്. ഇന്നും നമ്മൾ ഈ 936 ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ നമ്മുടെ പുരോഗമനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നും പള്ളികളും ചർച്ചുകളും ക്ഷേത്രങ്ങളും എല്ലാവർക്കുമുള്ളതാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നില്ല. നമ്മൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നവോത്ഥാന ഭക്തിയാണ്. പഴയ കാലത്ത് ആളുകൾ ചെയ്തതൊക്കെ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടും. അങ്ങനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി മാത്രം വർത്തമാനകാലത്തിൽ ഒരു ജനത ജീവിക്കേണ്ട കാര്യം, ഭാവിയെ അഭിവാദ്യം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാതെ ജീവിച്ചിട്ട് പിന്നെ എന്ത് കാര്യമാണ്? പണ്ടുള്ളവരുടെ ചെലവിൽ അവർ കൊണ്ട വെയിലിൻ്റെ ആ വിയർപ്പിൻ്റെ ഒരു ലോകത്ത് അതിൻ്റെ ഒരു ഡിവിഡൻഡ് പറ്റിയിട്ട് എത്ര കാലം ഒരു ജനത ജീവിക്കും? ഞാൻ ആവർത്തിക്കുന്നു, ശ്രീനാരായണ ഗുരു സൂക്ഷ്മമായും മുന്നോട്ട് വെച്ചത് എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും എന്ന ആശയമാണ്. നമുക്ക് വേണമെങ്കിൽ പരമാവധി ചേർക്കാവുന്നത് പള്ളിയാണെങ്കിൽ, ചർച്ചാണെങ്കിൽ, ക്ഷേത്രമാണെങ്കിൽ അവിടുത്തെ ഭക്തരുടെ ഭക്തിക്ക് തടസ്സമുണ്ടാക്കാത്ത തരത്തിൽ അതൊരു ജനായത്ത മര്യാദയാണ്. അത് പാലിച്ചുകൊണ്ട് അതിന് പകരം നമ്മളിങ്ങനെ ബോർഡ് വെക്കുകയാണ്, ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ആളുകളെ കൂടുതൽ വിളിക്കുന്നതിന് പകരം അതും പ്രച്ഛന്ന അയിത്തത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ ജാതി മേൽക്കോയ്മയുടെ അജണ്ടയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായി പരിമിതപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു പകർച്ചവ്യാധിയാണ്. അതെല്ലാ സ്ഥലത്തിലേക്കും പടർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ അർത്ഥത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ച് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഗൗരവമായ ചർച്ച വന്നപ്പോൾ അതിൽ കുമാരനാശാൻ എടുത്ത നിലപാട്, ഇനി ദുരവസ്ഥ വലിയ സംവാദം ഉണ്ടാക്കിയ കൃതിയാണ്. അതുകൊണ്ട് ഞാൻ ആ കൃതിയിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്, അപ്പം അല്പം പ്രകോപനപരമാണെന്ന് തോന്നും,
ബുദ്ധിയുള്ളവരൊക്കെ മതം മാറുന്നാണ് കുമാരനാശാൻ ഈ കൃതിയിൽ പറഞ്ഞത് എന്ന് ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, മതം മാറാത്ത ആൾക്കാരൊക്കെ മന്ദബുദ്ധികളാണ് എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് തോന്നിപ്പോവും. അല്ല, അങ്ങനെ നമുക്ക് പലതും തോന്നും, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ സ്നേഹസംവാദത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. നമ്മുടെ സജ്ജയ് എവിടെയോ പ്രസംഗിച്ച് താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഡോക്ടർ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ, ഇവൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് കത്തി പള്ളയിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞത്രേ. അതൊന്നും ഒരു സംവാദത്തിൻ്റെ രീതിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് കേരളത്തിലേക്ക് വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എൻ്റെ ഒന്ന് കൈയൊന്നും പിടിച്ച് തിരിക്കുക പോലും വേണ്ട, ഒന്ന് തൊട്ടാൽ മതിയാവും, അപ്പം തന്നെ എല്ലാം പൊടിഞ്ഞ് വീഴും. ഏകദേശം അതേ അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു സംവാദത്തിൻ്റെ വിഷയമായിട്ടാണ്. നമുക്ക് സൗഹൃദപൂർവ്വം ഈ കൃതി എടുത്തു വെച്ചിട്ട് സംവാദം നടത്തും. ഞാൻ ഇതിൻ്റെ ഒരു സന്ദർഭം പറയാം. സാവിത്രി ഈ 921 വിപ്ലവം എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്. കലാപം എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ലഹള എന്ന് ഉപയോഗിക്കുന്നുണ്ട്, സംഘപരിവാർ സുഹൃത്തുക്കൾ വംശഹത്യ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്തോ ആവട്ടെ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരിക്കലും പൊളിയപ്പെടില്ല എന്ന് കരുതുന്ന കോട്ട പോലുള്ള ഇല്ലം അത് തകർന്നിട്ട് സാവിത്രി ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ടൊരു പൊലേൻ്റെ കുടിലെത്താണ്, ചാത്തൻ്റെ കുടിലെത്താണ്. ചെറിയൊരു കാറ്റ് വന്നാൽ പൊളിഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഈ കവിതയിലെ നാടകീയത, കോട്ട പോലുള്ള ഇല്ലം പൊളിഞ്ഞു, കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴുന്ന ഈ കുടില് കോട്ട പോലെ എല്ലാറ്റിനെയും അതിജീവിച്ചു. കവിതയിൽ തന്നെ അങ്ങനെ ഒരു വരിയുണ്ട്. സാവിത്രി പറയുന്നുണ്ട്, ഈ കുടിലിനെ നീ എൻ്റെ കോട്ടയാക്കി എന്ന കൃതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുടില് കോട്ടയാവുന്നു. അതിൻ്റെ പേരാണ് പച്ച മലയാളത്തിൽ വിപ്ലവം. അതാണ് വിപ്ലവം എന്ന് പറഞ്ഞത്. പൊളിയില്ല എന്ന് കരുതിയതൊക്കെ പൊളിയും. ചരിത്രത്തിലെ ചെറിയ മനുഷ്യരൊക്കെ വലിയ മനുഷ്യരായി മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപ്ലവ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഒരു വിപ്ലവം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സാവിത്രി ജമ്മത്ത് ചാത്തനെ കാണില്ലായിരുന്നു. ചാത്തൻ എത്രയോ അകലത്തിൽ ജീവിക്കേണ്ട ഒരാൾ എങ്ങനെ കാണാൻ? ഈ വിപ്ലവമാണ്. ഈ വിപ്ലവകാലത്ത് നിരവധി പേർ ഒളിച്ചോടിയിട്ടുണ്ട്. ആ വിപ്ലവം പ്രണയത്തിൻ്റെ കൂടി ഒരു പൂക്കാലമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് 920 മുമ്പ് കേരളത്തിൽ നടന്നതിനേക്കാൾ എത്രയോ പ്രണയവിവാഹങ്ങൾ 921-22 കാലത്ത് നടന്നിരിക്കും. അതിന് നിമിത്തമായത് ഈ കലാപമാണ്. കാരണം ഒളിച്ചു പോകാൻ പറ്റിയ സമയമാണ്. പൊളിയില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ പൊളിയും. അങ്ങനെ പ്രണയത്തിൻ്റെ ഒരു പൂക്കാലമായി അത് മാറി. ആ സാമാന്യ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സാവിത്രിയും ചാത്തനും കണ്ടുമുട്ടിയത് എന്ന് കാണാൻ പറ്റും. പറഞ്ഞു വന്നത് ഈ സമയത്ത് ഒരു കണ്ടുമുട്ടി. അങ്ങനെ 4-5 ദിവസം ചാത്തൻ്റെ കുടിയിൽ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സാവിത്രി പലതരം ആലോചനകളിലൂടെ കടന്നു പോവുകയാണ്. പല ആലോചന ഉണ്ടല്ലോ. ഒന്ന്, ഇല്ലത്തേക്ക് തന്നെ മടങ്ങിപ്പോയാലോ? പ്രയാസമുണ്ട്, സ്വീകരിക്കില്ല, ഭ്രഷ്ട് കൽപ്പിക്കും. അപ്പോൾ രണ്ടാമതൊരു വഴിയുണ്ട്, പ്രായശ്ചിത്തം ചെയ്യാം. അതിന് കുറച്ച് പൈസയൊക്കെ വേണം, പൈസ മുടക്കാൻ ആരുമില്ല. അപ്പോൾ എന്തു ചെയ്യും? മൂന്നാമത്, ജോലിക്ക് പോകാം, പക്ഷെ ലഹളയുടെ കാട്ടുതീ അണഞ്ഞിട്ടില്ല. അത് കൃതിയിലെ പ്രയോഗമാണ്. ലഹളയുടെ കാട്ടുതീ അണഞ്ഞിട്ടില്ല, അപ്പോൾ അതിന് പോകാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യാൻ പറ്റും? വരും വരായികളെക്കുറിച്ച് വിചാരപ്പെടാതെ ഈ കുടിലിൽ ചാത്തനോടൊപ്പം കൂടെ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ദുരവസ്ഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നെ നായന്മാർ, തീയർ തുടങ്ങിയ ഹിന്ദുക്കൾ ചെന്നാലും മാനിക്കില്ല. ഇവിടെ നാട്ടിൽ ചെന്നാൽ മാനിക്കില്ല. ഈ പുലച്ചാളയിൽ നിന്ന് ചെല്ലും ഞാൻ, അവർക്കിന്നും പുലയി തന്നെ. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് പറയുന്നത്, മറ്റ് മതങ്ങളിൽ ജാതിയില്ലെന്നുള്ള ധന്യതയുണ്ടത് നേരെന്നാലും. അതത്ര നേരാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു സംവാദ വിഷയമാണ്. എല്ലാ മതങ്ങളിലും പ്രയോഗത്തിൽ ജാതിയുണ്ട്. സൈദ്ധാന്തികമായി ബുദ്ധമതവും ഇസ്ലാം മതവും ക്രിസ്തു മതമൊക്കെ ജാതിയെ എതിർക്കുന്നുണ്ട്. പക്ഷേ പ്രയോഗത്തിൽ ജാതിയുണ്ട്. ചാതുർവർണ്ണമാണ് ഹിന്ദു മതത്തിലുള്ളെങ്കിൽ ഇസ്ലാം മതത്തിൽ 3 വർണ്ണങ്ങളുണ്ട്. അത് സച്ചാർ കമ്മീഷനൊക്കെ പറയുന്നുണ്ട്. അഷ്റഫ്, അജ്ലഫ്, അർസൽ, 3 വിഭാഗമുണ്ട്.
ഈ മൂന്ന് വിഭാഗം തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ അതവിടെ നിൽക്കട്ടെ. സാവിത്രി ആ ചെറിയ ഈ അന്ന് സച്ചാർ കമ്മീഷൻ വരാത്തതുകൊണ്ടായിരിക്കും അവർ പറയുന്നുണ്ട്, മറ്റു മതങ്ങളിൽ ജാതി ഇല്ലെന്നുള്ള ധന്യതയുണ്ടെന്നത് നേരെന്നാലും ഇന്നെന്നുള്ളിൽ ഇന്നെൻ്റെ ഉള്ളിൽ വേരൂന്നി ഉറച്ച വിശ്വാസവൃക്ഷം, അതായത് പിഴുതെടുത്ത് കളയാനാവില്ലല്ലോ, ഇന്നെൻ്റെ ഉള്ളിൽ വേരൂന്നി ഉറച്ച വിശ്വാസവൃക്ഷം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വമല്ലോ, ഒക്കെയും പോമത് പോയാൽ കെടുമാരും, ചുക്കാൻ പോയുള്ളൊരു കപ്പൽ പോലെ എന്ന് പറയുന്നുണ്ട്. അടുത്ത വാചകം, മറ്റു മതക്കാരിൽ മാപ്പിളമാരെന്നെ മറ്റാരുമില്ല അടുത്ത്, മാപ്പിളമാരെന്ന ശബ്ദവും കഴിക്കുന്നു, വേപ്പിലയേക്കാൾ ചെവിക്ക് തന്നെ. ഇതെല്ലാം കവിതയിൽ നടക്കുന്നൊരു അട്ടിമറിയാണ്. വല്ല കാഞ്ഞിരെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ കൃത്യമാവുമായിരുന്നു. വേപ്പില കൃത്യമല്ല. കാരണം എന്ന് വെച്ചാൽ വേപ്പില കയ്പുണ്ടാക്കുന്നതാണെങ്കിലും അത് ഗുണകരമാണെന്നാണ്, ഔഷധമൂല്യമുണ്ട്. ഈ കലാപത്തിൻ്റെ ഔഷധമൂല്യം, അല്ലെങ്കിൽ ഈ കലാപം സമൂഹത്തിൽ വരുത്തിയൊരു പരിവർത്തനത്തെ, അല്ലെങ്കിൽ വാക്കുകൾ തൻ്റെ മുമ്പിൽ വരി നിൽക്കുന്ന ഒരു മഹാപ്രതിഭക്ക് മാപ്പിളമാരെന്ന ശബ്ദവും കഴിക്കുന്നു, കാഞ്ഞിരത്തേക്കാൾ ചെവിക്കു തന്നെ എന്ന് പറയാവുന്നതാണ്. വേപ്പിലയേക്കാൾ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാനിനി ഈ ഭാഗം പറഞ്ഞ് എനിക്ക് അന്ത്യശാസനം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് നോക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഒരു കടലാസ് പാറി വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം അതൊരു മാസ്റ്റർ സിഗ്നിഫയറാണ്. അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിർത്താൻ പോവാണ്. ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം എത്രയാണ്, ഇത് പ്രത്യേകിച്ച് 924 ജനുവരി 16 കുമാരനാശാൻ അപമൃത്യുവിന് പെട്ടതിനെ പറ്റി ഉള്ള പ്രബന്ധങ്ങളൊക്കെ എഴുതുമ്പോൾ ആളുകൾ ദുരവസ്ഥയിലെ ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് അറം പറ്റിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രപരമായ വിമർശന ബോധത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതിലേക്ക് വരെ അന്ധവിശ്വാസം ഇടിച്ചു കയറുകയാണ്. എന്താ അറം? ഞാൻ പോവുകയെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു, ഒരു ആക്സിഡൻറ്റിൽ പോയിട്ട് മരിച്ചു പോകുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി അയാൾ പോവുകയെന്ന് പറഞ്ഞ് പോയതാ, പിന്നെ വരിക എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ വരികയെന്ന് ചില സ്ഥലത്ത് പറയും. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ പോവുകയെന്നല്ലേ പറയാം. അതിന് അങ്ങനെ ഒരു യുക്തി ഇല്ലത്രേ. പോവുക എന്ന് പറയാൻ പാടില്ല, വരിക എന്നാണ് പറയേണ്ടത്. അത് ചിലപ്പം ഡെഡ് ബോഡി ആയിട്ടും വരാമല്ലോ. അപ്പോൾ എന്തോ ആവട്ടെ, ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കത്രയേ ഉള്ളൂ. ഇത് ആ ഭാഗം ദുരവസ്ഥയിലെ കീഴാള പാരവശ്യത്തിൻ്റെ ആവിഷ്കാരമാണ്. അത് വെള്ളത്തിൽ മുങ്ങുന്നതായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പലതരം വായന സ്വാഗതാർഹമാണ്. അതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് ഇന്ന് എനിക്കുള്ളിൽ വേരൂന്നിയുറച്ച വിശ്വാസവൃക്ഷം പിഴുതെറിയാൻ പറ്റില്ല, വിശ്വാസമാണ് വിളക്ക് എന്ന് പറഞ്ഞു. ഇനി അഥവാ മാറണമെന്ന് വിചാരിച്ചാലും ഈ മാപ്പിള ജാതിക്കാർ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഇല്ലം പൊളിച്ച കൂട്ടരാണ്. സാവിത്രിയുടെ കാഴ്ചപ്പാട് 100% ശരിയാണ്. ആ വ്യക്തിതലത്തിൽ, സാമൂഹ്യ തലത്തിൽ ജമ്മിത്തത്തിനെതിരെ സമരം നടക്കുമ്പോൾ ഏതെങ്കിലും ചായപ്പീടിയ പൊളിച്ചിട്ട് കാര്യമില്ല. അന്നത്തെ ജമ്മിത്തത്തിൻ്റെ കോട്ടകൾ തന്നെ പൊളിക്കണം, അതുകൊണ്ട് ഇല്ലം പൊളിക്കണം. പക്ഷേ സാവിത്രി തൻ്റെ വ്യക്തിതലത്തിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. ഈ ഇല്ലൊക്കെ പൊളിച്ച, അതിനൊക്കെ തീയിട്ട മാപ്പിളമാരേ ഉള്ളൂ, അവിടേക്ക് മാറാൻ പറ്റില്ല. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തു ചെയ്യേണ്ടു, എങ്ങോട്ട് പോകേണ്ടു, ഈ അന്ധകൂപത്തിൽ അടിഞ്ഞഹോ ഞാൻ, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ അന്ധ താഴുന്നു കഷ്ടം, പിന്തുണയും പിടിയും കാണാതെ ഉൾഭയം ചിന്തി ദുസ്വപ്നത്തിലെന്ന പോലെ, പൊന്താനുഴറുന്ന കാലുകൾ നിൽക്കുന്നില്ല, എൻ്റെ ചിന്തയെ ചിറകുകൾ നൽകണേ നീ. സത്യത്തിൽ ഇത് നമ്മളീ പറഞ്ഞ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജന വിദ്വേഷം സൃഷ്ടിച്ച ജാതി മേൽക്കോയ്മയുടെ അങ്ങേയറ്റത്തെ പീഡനത്തിനിരയായ ഒരു നിസ്സഹായയായ സ്ത്രീയിലൂടെ മലയാളത്തിൻ്റെ അപൂർവ ജീനിയസായ കുമാരനാശാൻ പങ്കുവെക്കുന്ന കീഴാള ജനതയുടെ
ആവിഷ്കാര പ്രതിസന്ധിയുടെ അവതരണമാണ്. അതല്ലാതെ ഇവിടെ വെള്ളത്തിൽ താന്നു പോവാണ് എന്നത് അല്ല. അത് മനസ്സിലാക്കാൻ ഈ കവിതയുടെ ഒരു സന്ദർഭം മതി. അത് മറ്റു പല സ്ഥലത്തും വിജയമാഷ് പറയുന്നുണ്ട്, വള്ളത്തോൾ ഭാഷയെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടില്ല. വള്ളത്തോളിന് കരടില്ലാത്തൊരു ഭാഷയുണ്ട്. എന്നാൽ കുമാരനാശാൻ്റെ ഭാഷയിൽ നിരവധി പ്രശ്നമുണ്ട്. അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ, തന്നതില്ല അപരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ, ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്. അതായത് ഞാൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. 2024 ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, അതിൻ്റെ മണിപ്പൂർ, അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവർക്കൊക്കെ അതുപോലെ മർദ്ദിത ജാതികൾ, ലിംഗന്യൂനപക്ഷങ്ങൾ, ഭാഷാന്യൂനപക്ഷങ്ങൾ, ഇവരൊക്കെ ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ പ്രതിസന്ധിയുടെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നവഭാസത്തിൻ്റെ രാഷ്ട്രീയാധിപത്യവും അതിൻ്റെ സാംസ്കാരികാധിപത്യവുമാണ്. 2024 തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ രാഷ്ട്രീയാധിപത്യം അവസാനിപ്പിക്കപ്പെട്ടാലും അവരുടെ സാംസ്കാരികാധിപത്യം തുടരും. അതുകൊണ്ട് വീണ്ടും കുമാരനാശാനും വീണ്ടും ഇൻ്റർനാഷണൽ പുസ്തകോത്സവവും അവിടുത്തെ സംവാദങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നടത്തേണ്ട സ്വയം വിമർശനങ്ങളും അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. 1-2 ചോദ്യങ്ങളാവാം, സമയം അതിക്രമിച്ചു. അങ്ങനെ ഗാന്ധിനെ എല്ലാ റെസ്പെക്റ്റോടും കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ദലിതിന് സംവരണം കൊടുത്താലും മുസ്ലിമിന് സംവരണം കൊടുത്താലും ദലിതിന് സംവരണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിരാഹാരം കിടന്നിട്ടുള്ള ഒരാളാണ് ഗാന്ധി. ഒരു ചോദ്യം കേട്ടോ. പിന്നെ രാജാജി, ഇവിടുത്തെ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് രാജാജി അവനവൻ്റെ ദലിതൻ്റെ കുലത്തൊഴിൽ ചെയ്തിട്ട് വേണം സ്കൂളിൽ വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കി. അതിനെ പെരിയാറും അവരൊക്കെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടാണ് അത് പിൻവലിച്ചത്. ഈ 2 ചോദ്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മൃദു ഹിന്ദുത്വം പറയുന്നതാണ് പറയുന്നത്? ഹിന്ദുത്വം എന്ന് പറയുന്നത് അൽബുറാനി കൊണ്ടുവന്നൊരു വാക്കാണ്, സുഫി വര്യൻ, എൻ്റെ ചെറിയ അറിവ് കേട്ടാ. ഈ 2 ഇങ്ങനെ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ഹിന്ദുത്വവും അതുപോലുള്ള രാമനെയും എല്ലാം ഇപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് പോകുന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരും മറ്റുള്ള പാർട്ടികളൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനൊരു ബദൽ രാഷ്ട്രീയം നമ്മൾ കാണുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഗാന്ധിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. ഗാന്ധിയുടെ എല്ലാ റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ കഴിഞ്ഞ. ഏറെക്കുറെ ഈ ചോദ്യത്തിൻ്റെ പക്ഷത്താണ് ഞാനും നിൽക്കുന്നത്. പക്ഷേ ഞാൻ അമർത്തി പറയുന്ന ഒരു പ്രശ്നം, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലം അത് വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഭയമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന് വളരെ കൃത്യം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ് നോം ചോംസ്കി. അദ്ദേഹം ഇന്ത്യൻ പശ്ചാത്തലത്തെക്കുറിച്ച് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം ഭയാനകമാണ് അവസ്ഥ എന്നാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് വംശഹത്യകളെക്കുറിച്ച് പഠിക്കാൻ രൂപം കൊണ്ട ജനോസൈഡ് വാച്ച് എന്ന സംഘടനയുടെ സ്ഥാപകനും ചെയർമാനുമാണ് ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ. ആ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ ഇന്ത്യൻ പശ്ചാത്തലം പഠിച്ചിട്ട് അദ്ദേഹം വംശഹത്യക്ക് 10 പടവുകൾ പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ മുതൽ ഡിനയൽ വരെയുള്ള, അതായത് വർഗീകരണത്തിലൂടെ, മറ്റു പല പീഡനങ്ങളിലൂടെ, പിന്നെ തങ്ങൾ ചെയ്തിട്ടുള്ള ഈ ക്രൂരതകളൊക്കെ നിരാകരിക്കുന്നതിലൂടെ, അതാണ് ഡിനയൽ. ഈ 10 സ്റ്റേജ് പറഞ്ഞിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ വംശഹത്യയുടെ മുനമ്പിലാണ് നിൽക്കുന്നത്. ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇത്തരം അവസ്ഥയിൽ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, തല പോകുന്നൊരു കാലത്ത് തലമുടിയിഴയെ കീറിയുള്ള ഒരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാട് ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഈ വർണ്ണാശ്രമ വ്യവസ്ഥയോട് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, അവസാന ഘട്ടത്തിൽ ഗാന്ധി എഴുതിയ ഒരു കത്തിലൊക്കെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുന്ന, പക്ഷേ നമുക്കറിയാം, പക്ഷേ ഗാന്ധിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഗാന്ധി നിരന്തരം തന്നെ നവീകരിച്ചിട്ടുണ്ട്.
ഗാന്ധി മിശ്ര വിവാഹത്തിനെതിരായിരുന്നു, മിശ്ര ഭോജനത്തിനെതിരായിരുന്നു. പക്ഷേ 40-ൽ മിശ്ര വിവാഹം നടത്തിക്കൊടുക്കുന്നുണ്ട്. രാമേന്ദ്ര ഗോറയുടെ മകളുടെ വിവാഹം, അദ്ദേഹം ബ്രാഹ്മണനാണ്, അദ്ദേഹം മതരഹിതനാണ്, സൗകര്യത്തിന് വേണ്ടി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദളിത് യുവാവിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഗാന്ധിയോട് നേതൃത്വം വഹിക്കാൻ പറയുന്നുണ്ട്. ഗോറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പാടില്ല. ഗാന്ധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ദൈവം വേണം താനും. അങ്ങനെ അവർ കോംപ്രമൈസ് എത്തി. ആ കോംപ്രമൈസാണ് ദൈവത്തിൻ്റെ പേരിൽ പാടില്ല, സത്യത്തിൻ്റെ പേരിലാകാമോ എന്ന് ചോദിച്ചു. ഓ ആവാം, സത്യമാണ് എൻ്റെ ദൈവം എന്ന് ഗാന്ധി, ആയിക്കോട്ടെ. അപ്പം അങ്ങനെ അത് നവീകരണമാണ്. ഗാന്ധി ഇപ്പുറം നോക്കിയാൽ അപ്പുറം കാണുന്ന സുതാര്യതയുടെ കൂടി പേരാണ് മഹാത്മാഗാന്ധി. അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും വർണ്ണാശ്രമ വ്യവസ്ഥയോട് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാത്തതിൻ്റെ പാരവശ്യം ഗാന്ധിയുടെ പ്രസ്താവനകളിലും പ്രബന്ധങ്ങളിലും നിലപാടുകളിലും ഉണ്ട് എന്ന കാര്യം കൃത്യമാണ്. ഇനി രണ്ടാമത്തെ, പക്ഷേ അത് ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട നവഫാസിസ്റ്റ് പ്രതിരോധ ഐക്യനിരയെ സംബന്ധിച്ചിടത്തോളം അതത്ര പ്രസക്തമല്ല. കാരണം ഇന്ന് ഏറ്റവും പ്രധാനം ഈ വിയോജിപ്പുകൾ നമുക്ക് വിസ്തരിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം നമ്മൾ നിലനിൽക്കണമല്ലോ. ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ഗാന്ധിയും അംബേദ്കറും മാർക്സും ലോഹ്യയും അടക്കം സൈദ്ധാന്തികമായി വ്യത്യസ്ത കാഴ്ചപ്പാട് പുലർത്തുന്ന എല്ലാ ആശയധാരകളും ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ, മിനിമം പരിപാടിയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കോടിപ്പാർട്ടിയുടെ, കാവി പാർട്ടിയല്ല കോടിപ്പാർട്ടി, സമ്പന്ന പാർട്ടി, 25 കോടിയോ ഒക്കെ ഒരാൾക്ക് കേരളത്തിൽ 30 പേരെ കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? ബാക്കി ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നല്ലേ. അത്രയേറെ പണമുള്ള, പിന്നെ ആയുധശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പോലും പറഞ്ഞുകൂടാ. കാരണം നമ്മുടെ തന്മാത്രാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിനെതിരെയുള്ള പോരാട്ടത്തിൽ വിപുലമായ ഐക്യമുന്നണി. ഇനി രണ്ട് ശ്രീരാമനെ പറ്റി, ശ്രീരാമദേവൻ ഞാൻ ഉപയോഗിച്ച വാക്കാണ്, ശ്രീരാമൻ, രാമൻ. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടമുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ സമം ഇന്ത്യൻ സംസ്കാരം അല്ല. ശ്രീരാമനെ ജീവൻ്റെ ജീവനായി കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അങ്ങനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീരാമനെ ആ വിധം കാണാത്ത ആൾക്കാരുണ്ട്, അവർക്ക് അങ്ങനെ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിരവധി രാമപാരമ്പര്യങ്ങൾ തന്നെ ഉണ്ട്. അത് കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ ആശാൻ്റെ സീതാകാവ്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഹിണി സ്മൃതി. പിന്നെ 1928 കോട്ടയത്ത് SNDPയുടെ സമ്മേളനത്തിൽ മദൻ മോഹൻ മാളവ്യാജി പ്രസംഗിക്കാൻ വന്നപ്പോൾ പ്രസംഗം അവസാനിച്ച് രാമനാമം ജപിക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ സദസ്സ് ചോദിച്ചത്രേ, ഏത് രാമന്? ശംഭൂകനെ കൊന്ന രാമനോ എന്ന് ചോദിച്ചത്രേ. അപ്പം അങ്ങനെ ഇനി എന്തിന്? ഇനി 1961 കേരള നിയമസഭയിൽ ഡ്രമാറ്റിക് പെർഫോമൻസ് ആക്ട് PT ചാക്കോ അവതരിപ്പിച്ചപ്പോൾ അന്നൊരു രാമചർച്ച അവിടെ നടന്നിട്ടുണ്ട്. അത് വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ചർച്ച എന്ന് പറഞ്ഞാൽ, രാഘവമേനോൻ പറഞ്ഞു, TC നാരായണൻ നമ്പ്യാർ, സുഗതൻ, രാഘവമേനോൻ, ബാലേന്ദ്രമേനോൻ ഇവരൊക്കെയാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത്. ഇതാ നിയമസഭ പ്രസിദ്ധീകരിച്ച വലിയ കൂറ്റൻ പുസ്തകത്തിലുണ്ട്. രാഘവൻ നമ്പ്യാർ പറഞ്ഞു, ഈ നാടകമൊക്കെ അവതരിപ്പിക്കുമ്പോൾ രാമനെ പറ്റി ആവുമ്പം രാമൻ ജനാധിപത്യമാണ്, രാവണൻ ഏകാധിപത്യമാണ്. രാമൻ്റെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, അത് മാതൃകാ രാജ്യമാണ്. രാവണൻ ദുഷ്ടരാജ്യമാണ്. അപ്പോൾ നാടകമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ അങ്ങനെ വേണം അവതരിപ്പിക്കാൻ, അല്ലാതെ കൂട്ടിക്കുറച്ച് അവതരിപ്പിക്കരുത്. അപ്പം ബാലേന്ദ്രമേനോൻ ഒരു സംശയം, ഈ രാമൻ എന്ന് പറഞ്ഞ കക്ഷി അത്ര മികച്ച കക്ഷിയാണോ അദ്ദേഹം ചോദിച്ചു. അപ്പം മറ്റേക്ക് ചൂടായി, അത് അമ്മയോടോ അമ്മൂമ്മയോടോ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളിൽ ഇന്നും അമ്മൂമ്മ കഥകളാണ് ഫാസിസ്റ്റുകൾക്ക് ആശ്രയം എന്ന് മാത്രം പറയാനാണ് 1961 നടന്ന ഈ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശ്രീരാമൻ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ആരാധനാപാത്രമാണ്, അത്ര തന്നെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ആരാധനാപാത്രമല്ല. അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരം രാമനിലും സീതയിലും സ്തംഭിക്കുന്ന ഒന്നല്ല. അത് രാമനെയും സീതയെയും ഉൾക്കൊള്ളുന്ന, അതിനെ വിമർശിക്കാനുള്ള അവകാശം ഉൾക്കൊള്ളുന്ന വിപുലവും വിസ്തൃതവുമായ ഒരു കാഴ്ചപ്പാടാണ്. അല്ല എന്ന് ചരിത്ര വസ്തുതകൾ വെച്ച് നമുക്ക് പറയാനാവില്ല. പിന്നെ സജയൻ്റെയൊക്കെ കൈ പിടിച്ച് തിരിച്ചതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില കൃത്രിമ വഴികളിലൂടെ
നമുക്ക് നിലവിളി വേദന എഴുതും. അപ്പോൾ നമ്മൾ രാമാന്ന് വിളിക്കൂ, അയ്യോ എന്ന് വിളിക്കൂ. അങ്ങനെയൊക്കെ കൂടി ഒരു രാമൻ ഉണ്ടാക്കിയെടുക്കാമെന്നല്ല. മറ്റത് രാമൻ മാത്രമാണ്. ഞാൻ ഒരു വാചകം കൂടി പറയാം. നമ്മൾ അടിയന്തരാവസ്ഥയോട് ഇതിനെ താരതമ്യപ്പെടുത്താറുണ്ട്. അത് ശരിയല്ല. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര. അത് പറഞ്ഞത് ഡി ബൊറുവയാണ്. ബൊറുവെ എന്നും ആരും ഓർക്കുന്നില്ല. ഈ മുദ്രാവാക്യത്തിന് ഇന്നൊരു പ്രസക്തിയുമില്ല. എന്നാൽ രാമനാണ് ഇന്ത്യ, ഇന്ത്യയാണ് രാമൻ എന്ന മുദ്രാവാക്യം നാനാ വഴികളിലൂടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പം നിവർന്നു നിന്ന് പറയണം, പറയാൻ കഴിയണം, രാമൻ ഇന്ത്യക്കാരനാണ്, ഞങ്ങളും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറയാനുള്ള ഇവിടുന്ന് വേണമെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞു തോന്നുന്നു. സച്ചിദാനന്ദ മാഷ്ടർ ഒരു കവിത ഉണ്ടല്ലോ, അയോധ്യയുടെ ആത്മകഥം. അതൊന്ന് 2 വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. തകർത്തു നിങ്ങളൻ പ്രിയ ദേവഗ്രഹം, തകർത്തു നിങ്ങളൻ പ്രിയ ദേവഗ്രഹം, ഉയർത്തി ഗർവിൻ്റെ തണുത്ത സ്മാരകം, ഉയർത്തി ഗർവിൻ്റെ തണുത്ത സ്മാരകം. എനിക്ക് അയോധ്യതൻ അരജനാകേണ്ട, എനിക്ക് അയോധ്യതൻ അരജനാകേണ്ട, എനിക്കേറെ പ്രിയം വനവിജനത, മതിവാകത്തണൽ അവിടെ ചിന്നിയ ചുവന്ന പൂക്കളും, അരികിൽ സീതയും പല രാഗം പാടിടും കിളികളും. അപരവിദ്വേഷ ശിലകളാൽ തീർത്ത തടവറയല്ലൻ ഭവനം, വാത്സല്യം, കരുണ, വ്യസനം നിറഞ്ഞൊരു ഹൃത്തല്ലോ, ഇടറും തൊണ്ടയാൽ ഇത് പറഞ്ഞവൻ മറഞ്ഞുപോയി പെരുമഴയിൽ മിന്നലായി. പക്ഷേ നമ്മൾ ഇടിവെട്ടുകൂടിയായിത്തീരും എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.